നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള പ്രേമബന്ധങ്ങൾക്ക് ചെറിയ വിള്ളലുകൾ വീഴാനും സാധ്യതയുള്ള സമയം കൂടിയാണ്. അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം 6-ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്ന ചന്ദ്രലഗ്നാധിപതിയായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് അവനവൻ്റെ തന്നെ പെരുമാറ്റങ്ങൾ അവനവന് ദോഷമായി വരിക എന്ന് പറയുന്നൊരവസ്ഥ, സ്വന്തം തെറ്റായ കാര്യങ്ങൾ നല്ലത് എന്നുള്ള രീതിയിൽ ചെയ്യാനും ചിന്തിക്കാനും ഉള്ളൊരു പ്രവണത ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ദൈവാധീനം ഇത്തിരി കുറവാണ്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് 17-ാം തീയതിക്ക് ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാലും 10-ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി സമയദോഷം കൂടിയാണെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള സമയമാണ്, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വീട് വിട്ടു നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. സധനോ അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ശുക്രൻ 10-ാം തീയതി 12-ാം തീയതി വൃശ്ചികൻ രാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്ന ഒരവസ്ഥ കൂടി വരുന്നത് കാരണം കൊണ്ട് പരസ്പരം ഭേദം സംഭവിക്കുക. അല്ലെങ്കിൽ ചന്ദ്രലഗ്നാധിപതിയുടെ 7-ാം ഭാവത്തിൽ ഭൗതിക കാരകത്വം വഹിച്ച് നിൽക്കുന്ന ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ബ്ലോക്ക് വരിക, ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരിക, അങ്ങനെയുള്ള ഒരു ദോഷം ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ കാരണം കൊണ്ടുണ്ട്. അപ്പം അത് കാരണം ശത്രുദോഷ പരിഹാരം നല്ല രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അതാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, രാഹുപൂജ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൂടാതെ കണ്ട് ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഇങ്ങനെ പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാലും PSC പോലെയുള്ള കാര്യങ്ങളിലൊക്കെ കാത്തിരിക്കുന്നവർക്ക്, നിയമനം കാത്തിരിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം വരാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഉള്ള തൊഴിലിനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് അനുകൂലമാണ്. കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വീടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.